പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി. എന്തെന്നാൽ ഇവിടെ വന്ന് നിൽക്കുവാൻ അവസരം ഒരുക്കി തന്നതിന് 1000 കോടി നന്ദി. ഞാൻ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി വള്ളിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നു. ഞാൻ ഒരു ഹിന്ദുവായ മകളാണ്. എനിക്കൊരു മകളുണ്ട്. മകൾ ദുബൈ ജോലി ചെയ്യുമായിരുന്നു. അവിടെ ഒരു മുസ്ലിം പയ്യനുമായിട്ട് സ്നേഹിച്ച് വിവാഹം കഴിച്ച് ഒരു കുട്ടിയായി. ജീവിതത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. പയ്യന് നല്ല ജോലിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകൾ കഴിഞ്ഞ മാർച്ചിൽ ഒരു 10 ദിവസത്തേക്ക് 40 ദിവസത്തേക്ക് എൻ്റെ അടുത്ത് വന്ന് കണ്ട് തിരിച്ചു പോയി. അപ്പോൾ എന്ന് മുതലാണോ എന്നറിയില്ല, എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞാൻ മാതാവിനെ വിശ്വസിക്കുകയും കൊന്ത പഠിക്കുകയും ബൈബിളൊക്കെ വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്നോട് പെട്ടെന്ന് ഒരു ദിവസം അവൾ ഈ ഏപ്രിൽ മാസത്തിൽ പറഞ്ഞ, അമ്മേ സേഫുവിൻ്റെ കമ്പനിയിൽ എന്തോ പ്രശ്നമുണ്ട്, അപ്പം ജോലിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്, അമ്മ എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇങ്ങനൊരു മാരേജ് ആയതുകൊണ്ട് എൻ്റെ മകളെ അവരെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്ക് വന്നു ഞാൻ മറ്റൊരു വീട്ടിൽ ആണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് വന്നാൽ എൻ്റെ മകളെ സംരക്ഷിക്കാനുള്ള കഴിവില്ല. എൻ്റെ മകൾ വന്ന് നിന്നപ്പോൾ തന്നുള്ള എനിക്ക് എൻ്റെ ലോണുകളെല്ലാം മുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം പക്ഷേ പിന്നെ മാതാവിൻ്റെ വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ, എൻ്റെ മരുമകൻ മുസ്ലിം ആണെങ്കിലും അവന് കൊന്ത പഠിക്കുന്നതിന് അവൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു തടസ്സമില്ല. അപ്പം ഞാൻ പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ കൃപാസനത്തിൽ അമ്മ പലപ്പോഴും ഇതിലേ പോകുമ്പോൾ വന്നിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഉടമ്പടി അങ്ങനെയൊന്നും നമുക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ നാത്തൂൻ എന്നെ വിളിക്കുന്നു, അമ്മേ ചേച്ചി ഒന്ന് വരാമോ, എനിക്ക് വീട് വെക്കണം, കൃപാസനത്തിൽ പോയൊരു ഉടമ്പടി എടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വിളിക്കുന്ന, അമ്മേ സേഫുവിൻ്റെ ജോലി പോയി, പിന്നെ ചെറുപ്പക്കാരുള്ളവരെയൊക്കെ പറഞ്ഞു വിട്ട് സേഫുവിൻ്റെ ജോലി പോയി, ഒരാഴ്ചയ്ക്കകം വിസ ക്യാൻസലാക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, ഈ കുഞ്ഞിനെ ഇവളെ സംരക്ഷിക്കാനുള്ള ശേഷി എനിക്കില്ല, എത്രയും പെട്ടെന്ന് അവനൊരു ജോലി ശരിയാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാത്തൂൻ ഈ ഉടമ്പടിയുടെ കാര്യം പറയുന്നത്. അങ്ങനെ വെളുപ്പിനെ 4 മണിക്ക് ഞാനും എൻ്റെ സഹോദരൻ്റെ വൈഫും കൂടി ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ചത്, എൻ്റെ മരുമകന് ഒരു ഫാമിലി വിസ ഒരുക്കി കൊടുക്കണം, ഒരിക്കലും എൻ്റെ മോളും കുഞ്ഞും നാട്ടിൽ വരാൻ ഇടയാകരുത്. ഇപ്പം നിങ്ങൾക്ക് എന്നെ കണ്ടാൽ എന്ത് തോന്നിയാലും അന്നത്തെ എൻ്റെ അവസ്ഥ ഇതല്ല. എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അവിടെ വന്ന് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ച് മരുമകൻ ഞാൻ ഈ ഉടമ്പടിക്ക് വരുന്നതിന് മുമ്പ് മരുമകൻ അവിടെ പഠിച്ച് വളർന്നത് കൊണ്ട് അവനൊരു പെട്ടെന്നൊരു ജോലി കിട്ടി. പക്ഷേ ഒരു കമ്പനി ഫാമിലി വിസ കൊടുക്കത്തില്ല. അവൻ നല്ല കമ്പനി നല്ല പൊസിഷനിൽ വണ്ടിയും ഫോണും ഇതെല്ലാം കമ്പനി കൊടുത്ത് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്നൊരു ദിവസം അവനാ തകർച്ച വന്നപ്പോഴത്തേക്ക് അവനൊരു ജോലി കിട്ടി. പക്ഷേ ഒരു കമ്പനി ഫാമിലി വിസ കൊടുക്കുന്നില്ല, വണ്ടി കൊടുക്കുന്നില്ല. അപ്പം ഒരു ജോലി അവിടെ പിടിച്ച് നിൽക്കണമല്ലോ. അപ്പോൾ ഇച്ചിരി നല്ല സാലറിയുള്ളൊരു ജോലി പെട്ടെന്ന് കിട്ടി. അപ്പോൾ ഫാമിലി വിസ ഇല്ല എങ്കിലും ആ ജോലി അവന് കിട്ടും. അപ്പോൾ എൻ്റെ മോക്ക് വേണ്ടിയിട്ടൊരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് അത് അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനൊരു ഫാമിലി വിസയ്ക്കാണ് പറഞ്ഞത്, എന്നാലും വേണ്ടതില്ല, എൻ്റെ മോക്കൊരു എന്തെങ്കിലും ഒരു ജോലി കൊടുത്ത് അവിടെ നിർത്തണേ അമ്മയെന്ന് പറഞ്ഞ് അവൾ കയറി വരാനിടയാകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഇവിടെ ഈ കാശ് രൂപം തന്നപ്പോഴത്തേക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു വിറയിൽ പോലെ, എനിക്ക് അതുവരെ ഞാനൊരു ഭ്രാന്തിയുടെ അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെല്ലാം ചെയ്യുന്നത്, എനിക്ക് എന്താണെന്നറിയില്ല. അപ്പം എൻ്റെ ശരീരത്തിൽ ഇതങ്ങോട്ട് കിട്ടിയപ്പോഴത്തേക്ക് എനിക്കൊരു വൈബ്രേഷനാണ് അപ്പം എന്നിലുള്ള ആ ഒരു ടെൻഷനുകളും എല്ലാം ഷൂന്നും പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു പോയി. എനിക്കൊരു ധൈര്യം മുന്നോട്ട് ജീവിക്കാൻ പറ്റത്. ഞാൻ 3 മണിക്ക് എഴുന്നേക്കും. എനിക്ക് പ്രാർത്ഥന, എനിക്ക് അമ്മയല്ലാതെ ആരുമില്ല, എൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്ന അമ്മയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഓടിച്ചെന്നപ്പോൾ എൻ്റെ ജോലിക്ക് ഓഫർ ലെറ്റർ വരെ കൊടുത്ത കമ്പനി പെട്ടെന്ന് പറയുന്ന വിസ അടിക്കാൻ താമസിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്താണെന്നറിയാവോ, ഫാമിലി വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാതാവിനോട് ഉടമ്പടി വെച്ചാൽ അവന് ഫാമിലി വിസ കിട്ടുക. അപ്പോൾ പറഞ്ഞു, ഇല്ലമ്മേ ജോലി കിട്ടി 1 മാസം കഴിഞ്ഞേ പറ്റത്തുള്ളൂ, എനിക്ക് ജോലിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ മെയ് മാസം 31-ാം തീയതി അവൻ പോയി പാസ്പോർട്ട് ഓഫർ ലെറ്റർ കൊടുത്തിടത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് അവൻ ആഹാരം അവൻ രാത്രിയിലൊക്കെ എന്നെ വിളിക്കും, അമ്മ ആഹാരം കഴിക്കുന്നില്ല, ടെൻഷൻ, എൻ്റെ ജീവിതം തീർന്നു. ഞാൻ പറഞ്ഞു, ഒരു ജീവിതം. അപ്പോൾ എനിക്ക് ടെൻഷനില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, മാതാവ് നിന്നെയും അവനെ സംരക്ഷിച്ചോളും, നാട്ടിൽ കയറി വരാൻ ഇടയാകത്തില്ലെന്ന് പറഞ്ഞു.
അങ്ങനെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ പറഞ്ഞ അവൻ്റെ പണ്ടത്തെ ഒരു കൂട്ടുകാരൻ, അവന് നമ്പറില്ല, വേറെ ആരോ വഴി ഒരു കൂട്ടുകാരനും പറഞ്ഞ് സൈഫുവിന് ഇതുപോലെ ജോലി നഷ്ടപ്പെട്ട് ഫാമിലി ഉണ്ട്, ആകെ പ്രശ്നമാണ്. അപ്പോൾ പറഞ്ഞ് എൻ്റെ ഉപ്പായെ വന്ന് കാണാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂട്ടുകാരൻ അവന് നമ്പർ കൊടുത്തു. അപ്പോൾ പറഞ്ഞു അമ്മ ഒരു ആശ്വാസമുണ്ട്, ഇങ്ങനെ അയാളെ പോയി ആ മുതലാളിയെ പോയി കാണാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ആ പറഞ്ഞ സമയമായപ്പോഴും പുള്ളി വിളിക്കുന്നില്ല. അവസാനം രാത്രി അവിടുത്തെ 10 മണി 12 മണി, ഇവിടെ 10 മണി. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ എനിക്കിനി സഹിക്കാൻ വയ്യ, പുള്ളി ചോറ് കഴിക്കുന്നില്ല, എന്തായിത്തീരും. ഞാൻ പറഞ്ഞേ, അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് അമ്മയെ വിശ്വാസമാണ്, അവർക്ക് ജോലി കൊടുക്കും, ഏറ്റവും നല്ലത് കൊടുക്കും, എനിക്ക് വിശ്വാസമാണ്. പക്ഷേ അവർക്കൊരു സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കാമേ. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ രാത്രി ആരും കമ്പനി ഇൻ്റർവ്യൂവിന് വിളിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ട് അവിടുത്തെ 10 മണി 12, ഇവിടുത്തെ 12 മണി എനിക്കൊരു ഫോൺ വരുന്നു, അമ്മേ സൈഫുവിനെ നാണ്ട് ഇൻ്റർവ്യൂവിന് രാത്രി. ഞാൻ വെച്ച് രാത്രിയിലോ? ഞാൻ പറഞ്ഞു മാതാവ് മോളെ പെട്ടെന്ന് പോയിക്കോളാൻ പറഞ്ഞു. അവൻ ചെന്ന് മുതലാളിയെ കണ്ട് സംസാരിച്ച് ഓക്കെ നാളെ രാവിലെ നീ മാനേജറെ വന്ന് കാണാൻ പറഞ്ഞു. അപ്പം മാനേജർ എന്താ പറയുന്നതെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം 10 മണിയായപ്പോൾ അവനെ അങ്ങോട്ട് വിളിക്കുന്നത്, നീ പെട്ടെന്ന് വരാം. അങ്ങനെ ചെന്നപ്പോൾ എൻ്റെ മരുമോന് ഫാമിലി വിസ, പിന്നെ വണ്ടി, പെട്രോള്, പിന്നെ മൊബൈൽ എല്ലാം കമ്പനി കൊടുക്കാമെന്ന് സമ്മതിച്ച് അവനെ ജോലിക്ക് എടുത്ത്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മോക്കൊരു ജോലി, അപ്പോൾ എൻ്റെ മോക്ക് സത്യം ദൈവത്തിൽ ആരുടെ മുമ്പ് വിളിച്ച് പറയുന്നത് എനിക്കൊന്നുമില്ല, എൻ്റെ മോക്കൊരു ജോലി കിട്ടിയാലോ എനിക്കെന്തെങ്കിലും തരാൻ പറ്റും, ഞാൻ മറ്റൊരാളുടെ വീട്ടിൽ ജീവിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോക്കൊരു ജോലി വേണം അമ്മയെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ് അപ്പോഴും ഒരു ദിവസം ഞാനിങ്ങനെ കിടക്കുക. അപ്പോൾ ഈ മരുമോൻ്റെ ആദ്യത്തെ കമ്പനി ഓഫർ ലെറ്റർ കൊടുത്ത കമ്പനി വിളിച്ചപ്പോൾ അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ കേൾക്കുന്നത്, അതായത് ഗൾഫ് രാജ്യത്ത് ഒരു മകൻ 8 കാണിക്കുന്ന 8 ദിവസക്കകമാണോ എന്താണെന്നറിയത്തില്ല ഒരത്ഭുതം പ്രവർത്തിക്കുക, അവന് ജോലിക്ക് കയറുമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് പഴയ ഒരു ടോക്ക്. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ സൈഫിനാണോ എന്ന് വിചാരിച്ച് ആ 8ാമത്തെ ദിവസത്തിൻ്റെ തലേ ദിവസം അവനെ അന്നത്തെ ദിവസം തന്നെ അവർ ജോലിക്ക് എടുത്ത്. ആ ദിവസം തന്നെ അവന് അച്ഛൻ പറഞ്ഞ ആ ഡേറ്റിന് എന്നെ ജോലിക്ക് കിട്ടി. പിന്നെ എൻ്റെ മോക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വിഷം. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ പല കമ്പനികൾ എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടുകാർക്കും ഗ്രൂപ്പിലും എല്ലാം ഒരു 100 CV ഇട്ട് കൊടുത്ത്. സാധനം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഇനി അവൾക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് ആരോടും ശ്രമിക്കത്തില്ല, അമ്മ അവൾക്കൊരു ജോലി കണ്ടുപിടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ പറഞ്ഞു ഒത്തിരി കമ്പനികൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു, ഇപ്പം വിളിക്കുക എന്ന് പറയുന്നത്, പക്ഷേ ഒരു കമ്പനിയും വിളിക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് നിനക്ക് ഏറ്റവും നല്ലത് തരാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ജൂൺ 1-ാം തീയതി അമ്മ എന്നെ ഒരു കമ്പനി വിളിച്ചിട്ടുണ്ട്, ഒരു ടൈപ്പിസ്റ്റ്. നേരത്തെ അവളൊരു HR ആയിട്ടാണ് വർക്ക് ചെയ്ത്, എന്തായാലും വേണ്ടിയില്ല ഇവിടെ പിടിച്ച് നിൽക്കാണ്ടായോ അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ അവർ വിളിക്കും. അപ്പോഴും ഞാനിങ്ങനെ ഉറങ്ങിക്കിടക്കാം. മെയ് 25-ാം തീയതി കിടക്കുമ്പോൾ ഞാൻ ഈ പിന്നെ ലൈവ് കേട്ടോണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ ഉടമ്പടിയുടെ. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ 2 മണി പെട്ടെന്ന് ഞെട്ടി വന്നപ്പം ഒരു സെക്കൻഡ് ഈ മാതാവ്, ഈ സിൽവർ മാതാവും ഇതേ രൂപത്തിൽ തന്നെ ഈശോയും കൂടെ വന്ന് നിന്നിട്ട് പെട്ടെന്ന് എന്നോട് പറയുന്നു ഉടമ്പടി സാധനങ്ങൾ അവളുടെ കയ്യിൽ എത്തിക്കുകയാണ്. ഞാൻ പറയും എങ്ങനെയാ മാതാവേ, ഞാൻ ആരുടെ കൈ കൊടുത്തു വിടും, എനിക്ക് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അപ്പോൾ ഞാൻ ദുബൈയിൽ ആര് പോകുന്നു, അപ്പം ഞാൻ നോക്കിയിട്ട് ആരും. അപ്പോൾ പിറ്റേ ദിവസം എനിക്കൊരു മെസ്സേജ്, അമ്മ എൻ്റെ കൂടെ പഠിച്ച കുക്കു എൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കാൻ വന്ന അമ്മ ഉടമ്പടി സാധനം കൊടുത്തു വിടാൻ പറഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ ഉടമ്പടി സാധനം, അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ നിന്ന് ഉപ്പും തേനും ഒക്കെ തരുമെന്നുള്ള. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നീടാണ് അറിയുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഇത് കൊടുക്കുന്നതെന്ന്. അപ്പം ഈ കൊച്ചിന് കൊടുക്കാൻ ഉപ്പും തേനും വാങ്ങിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ആ CV കൊണ്ടുവന്ന് ആ ഫോൺ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു ഇതാണ് അവിടെ CV, അമ്മ അവൾക്ക് ജോലി വാങ്ങിച്ച് കൊടുക്കണം, എനിക്കിനി മുട്ടാൻ വാതിലില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടെ വന്ന് പിന്നെ ഈ ഉടമ്പടി സാധനങ്ങൾ അവൾക്ക് അവിടെ കൊടുത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ ഭർത്താവോ നിൻ്റെ മോനോ അല്ല വലുത്, ഈ ഉടമ്പടിയാണ് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്, നീ അത് നെഞ്ചോട് ചേർത്ത് വെച്ച് നീ പ്രാർത്ഥിക്കുക, വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ മെയ് 31-ാം തീയതി ഒക്കെ ഉടമ്പടി സാധനം കിട്ടുന്നു, ജൂൺ 1-ാം തീയതി വിളിക്കാമെന്ന് പറഞ്ഞാൽ അയാൾ വിളിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അതിനേക്കാൾ നല്ലതാണ് നിനക്ക് മാതാവ് ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ പറഞ്ഞു അമ്മേ ഞാൻ CV ഒന്നും അയച്ചിട്ടില്ല, ആദ്യത്തെ മോലാളിയുടെ സൈഫുവിൻ്റെ ഒരു കൂട്ടുകാരനൊരു ജോലി മേടിച്ച് തരാമെന്ന് പറഞ്ഞ് 2 ഇൻ്റർവ്യൂ ഉണ്ട് കമ്പനി ചെല്ലാണ്. ഞാൻ പറഞ്ഞ് ആ ഉപ്പ് എടുത്ത കമ്പനി കൊല്ലുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇടണം, ഈ തേൻ മോടെ നാക്കിൽ ഇറ്റിച്ചില്ല. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടായാലും നിന്നെ അവർക്ക് ഇഷ്ടപ്പെടണ്ടേ, ശരിയമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മേ ഞാൻ താണ്ട് ഇവിടെ കമ്പനി വന്ന് ഇൻ്റർവ്യൂവിന് കയറാൻ പോകുന്നു. ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി ഞാനൊരു 3 പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എൻ്റെ ഫോണിൽ ആ സെക്കൻഡ് വിളി വരുന്നു.
അമ്മ എത്ര സാക്ഷ്യം വേണമെങ്കിലും പറഞ്ഞല്ലോ, എനിക്കും കമ്പനി വണ്ടിയും മൊബൈലും എല്ലാം തരുന്ന നല്ല ജോലി എനിക്കും ആക്കി തന്നെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ മെയ് മാസം 10-ാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ വിശ്വസിച്ച് പിന്നെ എനിക്ക് എൻ്റെ ഇതിൻ്റെ ഇടയിൽ ഒത്തിരി സംഭവങ്ങളെല്ലാം മാതാവ് ഒരുക്കി തന്ന് അതെല്ലാം കഴിഞ്ഞ് അവളിപ്പോൾ ജോലിക്ക് പോകുന്നു, മരുമകൻ ജോലിക്ക് പോകുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് രണ്ടാമതും ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ ക്രിസ്ത്യൻസിന് ഞാൻ പള്ളിയിൽ പോകും, കുർബാന സ്വീകരിക്കത്തില്ല. മിക്ക ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയി കുർബാന കാണും. പക്ഷേ ഞാൻ ഇതിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ഞാൻ പള്ളിയിൽ പോകും, കുർബാന സ്വീകരിക്കത്തില്ല, സ്വീകരിച്ചുകൂടാല്ലോ. അങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് ഞാൻ അവിടെ അപ്പോൾ എൻ്റെ അടുത്തൊരു ചേട്ടൻ പറഞ്ഞ്, നിധി ഈ പത്രം ഇവിടെ പള്ളിയിൽ കൊടുത്താൽ പോരെ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കത്തില്ല, ഓൾറെഡി ക്രിസ്ത്യാനികൾക്ക് മാതാവിൻ്റെ മഹത്വം അറിയാം, ഞാനിത് ഹിന്ദുക്കൾക്കേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പത്രങ്ങളെല്ലാം ഞാൻ എല്ലാ വീടുകളിലും 2 ക്രിസ്ത്യാനികൾക്ക് വല്ലതും കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും, അവർക്കെല്ലാം ഞാൻ കൊണ്ടുവന്ന് കൊടുത്ത് അവരോടെല്ലാം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്നെക്കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകും. അവർക്കൊക്കെ ഉള്ള ആഹാരം എന്നെക്കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഒരു മോള്, അവൾക്ക് 3 കുട്ടികളുണ്ട്. അവിടെ ബ്രസ്റ്റിനൊരു തടുപ്പ് പോലെ വന്ന് അത് കീറി വലിയ പ്രശ്നമായി. ആ ചേച്ചി എന്നോട് വിളിച്ച് പറഞ്ഞ്, ഞാൻ ഈ ഉടമ്പടി തൈലവും ഈ ഉപ്പും ഈ തേനുമായിട്ട് അവളെ കാണാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ പോകാൻ പോയപ്പോൾ ഈ കഴിഞ്ഞ ബുധനാഴ്ച പോകാൻ പോയപ്പോൾ ഞാൻ വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു തലവേദന. അപ്പം ഞാൻ പറഞ്ഞു, എന്താ മാതാവേ എനിക്കിങ്ങനെ തലവേദന? പിറ്റേ ദിവസം വ്യാഴാഴ്ച എന്ത് തന്നെ സംഭവിച്ചാലും പോകുകയെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാമായിട്ട് അവിടെ ചെന്നപ്പം അവളെക്കാൾ വേദന അനുഭവിക്കുന്ന ഒരു മകൾ ആ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ മകളോട് സംസാരിക്കാനാണ് ഇന്നലെ എനിക്ക് ആ തലവേദന വന്ന് ഇന്നത്തേക്കാക്കിയത്. അപ്പം ഞാൻ ഈ ഉപ്പും ഇതെല്ലാം കൊടുത്ത് ഞാൻ അവളുടെ ആ ബ്രസ്റ്റിൻ്റെ അവിടെ കുരിശ് രൂപം വരച്ച് തൈലം വെച്ച് പിറ്റേ ദിവസം വന്നപ്പോൾ എന്നെ വിളിക്കുന്നു, ചേച്ചി എനിക്ക് മൊബൈലിൽ ബാലൻസ് ഇല്ലായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി ഇതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല, ഡോക്ടർ ഏറ്റെന്ന് പറഞ്ഞ്. ആ ബ്രസ്റ്റിൻ്റെ പ്രശ്നങ്ങളായിട്ട് 3 കുഞ്ഞുങ്ങളുണ്ട്. അത് കഴിഞ്ഞ് മറ്റേ കൊച്ച് വിളിച്ച് പറയുന്നു, ചേച്ചി എനിക്ക് മാതാവായിട്ടായിരിക്കും ചേച്ചി അവിടെ എത്തിച്ചത്, ചേച്ചി അത് തന്ന് ഉപ്പും തേനും എല്ലാം തന്ന് എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ഞാനിപ്പോൾ ഉടനെ തന്നെ കൃപാസനത്തിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അതും ഒരു അത്ഭുതം. അങ്ങനെ അനവധി അത്ഭുതങ്ങൾ. ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും എനിക്കിതേ ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ കർത്തവനെന്നോ വെളുത്തവനില്ല, എല്ലാ നാമങ്ങൾക്കും ഉപരിയായി സർവശക്തനായ തമ്പുരാൻ നമ്മുടെ രക്ഷയ്ക്കായി നൽകിയ നാമമാണ് യേശു ക്രിസ്തു. ആ നാമത്തിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും എങ്ങും പതറാൻ അനുവദിക്കത്തില്ല. പരിശുദ്ധ അമ്മ, ആ പുത്രനെ ഉദരത്തിൽ വഹിച്ച ഭാഗ്യവതിയായ മറിയം, ആ അമ്മയോട് നമ്മൾ എന്ത് ചോദിക്കുന്നു? ഉടമ്പടിക്ക് ഉടനടി എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ മോള് അച്ഛൻ ഒരു 11 ഡേറ്റ് കാണിച്ച് 10-ാം തീയതി എൻ്റെ മോള് ജോലിക്ക് കയറുകയും ചെയ്ത്. ഞാൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 11-ാം തീയതി ഒരു ഡേറ്റ് എൻ്റെ മുന്നിൽ കാണിച്ച്. പക്ഷേ 10-ാം തീയതി എൻ്റെ മോള് ജോലിക്ക് കയറുകയും ചെയ്ത്. അങ്ങനെ അനവധി നന്മകൾ. ഞാനിനി ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ എനിക്കൊരൊറ്റ പ്രാർത്ഥനയും ഞാൻ എൻ്റെ ഉടമ്പടി വെക്കത്തുള്ളൂ. എൻ്റെ മരണം വരെ പരിശുദ്ധ അമ്മയുടെ കൃപയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും എനിക്ക് വാങ്ങിത്തരണേ മാതാവേ എന്ന് മാത്രം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നിരാശനായി പോകാതെ അനുവദിക്കുകയില്ല. ഏക മധ്യസ്ഥനെ നൽകി ലോകത്തിന് നൽകിയ അമ്മയ്ക്ക് 1000 കോടി സ്തോത്രം പറയുന്നു. എനിക്ക് അമ്മയുടെ കാര്യം എത്ര പറഞ്ഞാലും എനിക്ക് മതിയായില്ല. നന്ദി എന്നൊരു വാക്ക് ഒന്നിനുമല്ല. അതിനപ്പുറം എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ എൻ്റെ അമ്മ അത്രമാത്രം നമ്മൾ ആരായാലും, നമ്മൾ എത്ര ചെളി ചവിട്ടിയിരുന്നാലും അമ്മേ എന്നൊന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന മാതാവാണ്. നമ്മുടെ അച്ഛനോ അമ്മയും മക്കളും ഒന്നും നമുക്കല്ല, നമുക്ക് ദൈവമാണ്. ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്താൽ നമുക്ക് ആദ്യം നീ എൻ്റെ രാജ്യനീതി അന്വേഷിക്കുവിന്, ബാക്കിയെല്ലാം നിനക്ക് കൂട്ടിച്ചേർത്ത് തരുമെന്ന് പറയുന്ന അമ്മ മാതാവിൻ്റെ പുത്രൻ്റെ അടുക്കൽ അമ്മ വഴി നമുക്ക് എന്ത് സാധിച്ചു തരും. ആ അമ്മയ്ക്ക് വേണ്ടി ഇവിടെ വരുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട അച്ഛനെ, ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയുടെ ഫലമാണ് അമ്മ ജീവനത്തെ ഈ മണ്ണിൽ വന്ന് കാലുകുത്തിയത്. അതുപോലെ ഓരോ ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തകരെ നമ്മൾ സമർപ്പിക്കുന്നു. ഇനി എനിക്ക് വരുവാനും എൻ്റെ അമ്മയുടെ മുന്നിൽ സാക്ഷ്യം പറയുവാനും ഈ അൾത്താരെ നീക്കുവാനും ഈ പാവിയായ എന്നെ, ഹിന്ദുവായ എന്നെ അമ്മ ഇടയാക്കിയതിനെ ഓർത്ത് കോടി നന്ദി അർപ്പിക്കുന്നു.